അപ്പൊ ഗൈസ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന് പറയുന്ന ഒരു കഥയാണ്. ബൈ ആനി ഫ്രാങ്ക്. ആനി ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ പെൺകുട്ടി എഴുതിയ ഒരു കഥയാണ്. അതായത് നാസിസം, അതായത് ജർമ്മനി നാസിസം ജൂയിഷ് ആൾക്കാരെ കൊല്ലുന്ന കാലത്ത് ഇവര് ലൈബ്രറിയുടെ താഴത്തെ അണ്ടർഗ്രൗണ്ടിലോട്ട് മാറി. കാരണം അവിടെ പറഞ്ഞിരുന്നു ജൂയിഷ് ആളുകളെല്ലാം മുട്ട അടിച്ച ആളുകളായിരിക്കണം മൊത്തം ജൂയിഷ് ആൾക്കാർ. കാരണം നാസിസം, അതായത് ഹിറ്റ്ലറിന്റെ ആൾക്കാർക്ക് പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി. അപ്പം എന്തോടുത്ത് ആനി ഫ്രാങ്കിന്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് ആനി ഫ്രാങ്കിന്റെ ഫാമിലിയെ കൂട്ടി ലൈബ്രറിക്ക് താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയാ, പുള്ളിക്കാരി ഒരു അടച്ചിട്ട് ഇതുപോലെ ജയിലിനുള്ളിൽ ആയതുപോലെ ആയിപ്പോയി. കാരണം എന്താ പറയാ, പുള്ളിക്കാരിക്ക് അവിടെ സംസാരിക്കാൻ ആരുമില്ല, ഒന്ന് ചിരിക്കാൻ ആരുമില്ല, സത്യം പറഞ്ഞാൽ ആരുമില്ല, വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയായി ആനി ഫ്രാങ്ക്. ഇതൊക്കെ കാരണം ഈ ആനി ഫ്രാങ്കിന്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് ഈ ആനി ഫ്രാങ്കിന് ഒരു ഗിഫ്റ്റ് കൈമാറി. ആ ഗിഫ്റ്റ് ഒരു ഡയറിയാണ്. ആ ഡയറിക്ക് ആനി ഫ്രാങ്ക് ഒരു പേരിട്ട് കിട്ടി എന്നാണ് ഡയറിയുടെ പേര്. ആ ഡയറിക്ക് ആനി ഫ്രാങ്ക് കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ടായിരുന്നു. എന്താ പറയാ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആനി ഫ്രാങ്ക് എഴുതുന്നുണ്ടായിരുന്നു. കാരണം ആനി ഫ്രാങ്കിന് ആകെയുള്ള ഒരു കൂട്ടം ആ ഒരു ഡയറി മാത്രമാണ്. ഇപ്പൊ എന്താ പറയാ, ഇമോഷൻസ് ഫീലിംഗ്സ് അറിയായിരിക്കുമല്ലോ. ഒരു ചെറിയ പെൺകുട്ടി ചൈൽഡ്ഹുഡ് പ്രായത്തിൽ എന്തോ ഇമോഷൻസ് കാണും, ഫീലിംഗ്സ് കാണും, അതൊന്നുമില്ല. ഒറ്റപ്പെട്ട് വല്ലാത്ത മൂടപ്പെട്ട അവസ്ഥയായിരുന്നു ആ ലൈബ്രറിക്ക് താഴെയുള്ള അവിടെ. അപ്പം ആനി ഫ്രാങ്ക് എന്താ പറയാ, അത് ഈ പറയുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് ഒന്ന് തുറന്ന് സംസാരിക്കണം, ഫ്രഷ് എയർ, ഫ്രഷ് സൺലൈറ്റ്, നേച്ചർ ഒന്ന് എൻജോയ് ചെയ്യണം. ഇതൊന്നും സാധിക്കുന്നില്ല, അവിടെ മൂടപ്പെട്ട അവസ്ഥയിലാണെന്ന്. അങ്ങനെയൊക്കെ കഴിയുന്ന കാലത്ത് ഈ എന്താ പറയാ നാസിസ് ആൾക്കാർ വന്നിട്ട് ഇവരെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് പിടികൂടിക്കൊണ്ടുപോയി. ഇവരെ അതിന് താഴെ ഇവരുണ്ടെന്ന് മനസ്സിലായി പിടികൂടിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ ലൈബ്രറിയുടെ താഴെ സംസാരിക്കുമ്പോൾ അധികം ഒച്ച പോലും എടുക്കത്തില്ലായിരുന്നു. കാരണം താഴെ ഇവരുള്ളതായിട്ട് ആരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം നാസിസ് ആൾക്കാർ വന്നിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് പിടിച്ചോണ്ട് പോയി. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചെന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആനി ഫ്രാങ്കിന്റെ കുടുംബം എല്ലാവരെയും ബ്രിട്ടീഷ് വന്നിട്ട് ഈ ജർമ്മനി, അതായത് നാസിസത്തെ പിടിച്ചപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ എല്ലാവരും ഫ്രീ ആയി തുറന്നു വിട്ടപ്പോഴത്തേക്ക് അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് പുറത്തെത്തിയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോഴത്തേക്ക് ആനി ഫ്രാങ്കിന്റെ ചേച്ചി ഭാര്യ എല്ലാവരും മരിച്ചിരുന്നു. കാരണം ടൈസിസ് എന്ന് പറയുന്ന ഒരു രോഗം വന്നായിരുന്നു ഈ ആനി ഫ്രാങ്കിന്റെ ചേച്ചിക്ക്. അപ്പൊ ടൈസിസ് എന്ന രോഗം നോക്കി ആനി ഫ്രാങ്ക് അവിടെ നിൽക്കുമ്പോൾ, ചേച്ചിയുടെ രോഗം നോക്കി നിൽക്കുമ്പോൾ, ചേച്ചിയുടെ മരണത്തിന് ശേഷം ആനി ഫ്രാങ്കിന് ടൈസിസ് എന്ന് പറയുന്ന രോഗം പടർന്നു. അപ്പം അങ്ങനെ പടർന്നതിനാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആനി ഫ്രാങ്ക് മരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലോ മെഡിസിൻസോ ഒരു ബേസിക് ഒരു ഇതുപോലും ആ കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്ത് ജർമ്മനി ഈ ജൂഷികൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതൊക്കെ ഓട്ടോ ഫ്രാങ്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ഓട്ടോ ഫ്രാങ്ക്, അതായത് ആനി ഫ്രാങ്കിന് അച്ഛനായ ഓട്ടോ ഫ്രാങ്കിന് ആനി ഫ്രാങ്കിന് കൊടുത്ത ഡയറി കിട്ടി. ആ ഡയറിക്കകത്ത് എഴുതിയേക്കുമായിരുന്നു ഈ എല്ലാ കാര്യങ്ങളും. ആ കോൺസെൻട്രേഷൻ, അതായത് ആ ലൈബ്രറിക്ക് താഴെയുള്ള അണ്ടർഗ്രൗണ്ടിൽ പോയപ്പോൾ മുതലുള്ളത് പുള്ളിക്കാരി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കാര്യങ്ങളെല്ലാം അന്നേരമാണ് ആനി ഫ്രാങ്കിന്റെ അച്ഛനായ ഓട്ടോ ഫ്രാങ്ക് അറിയുന്നത്.